കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കനോലി കനാലിന് കുറുകെ ഉയർന്ന പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കനോലി കനാലിന് കുറുകെ ഒരു നടപ്പാലം നിർമ്മിച്ചത് 79 വർഷം മുൻപാണ്. അപകടാവസ്ഥയിലായതോടെ 40 വർഷം മുൻപ് പുതുക്കിപ്പണിതു. ഇതോടെയാണ് പ്രദേശത്തിന് പുതിയ പാലം എന്ന പേര് വന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ഈ പാലത്തൂടെ കടന്നു പോകാനാവാത്ത സ്ഥിതിയായി. തുടർന്ന് 2007 മുതൽ നാട്ടുകാർ പുതിയ പാലത്തിനായി ശ്രമം തുടങ്ങി. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നുള്ള നിയമക്കുരുക്ക് കാരണം പദ്ധതി നീണ്ടുപോയി. 2019 നവംബറിൽ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA ആയ ശേഷം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം തുടങ്ങി. 2023 പഴയ പാലം പൊളിച്ച് പുതിയ പാലത്തിന് നിർമ്മാണം തുടങ്ങിയത്. പ്രതിസന്ധികളെ മറികടന്ന് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമാണ് പുതിയ പാലമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തിയ സർക്കാരിന്റെ ഇടപെടലിന്റെ വിജയമാണ്. ഏത് പ്രതിസന്ധിയെയും തട്ടിമാറ്റി വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയുടെ പേരാണ് LDF സർക്കാർ എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ഈ പുതിയ പാലത്തിന്റെ ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്. 195 മീറ്റർ നീളമുള്ള പാലത്തിന് വീതി 12 മീറ്ററാണ്. 7.5 മീറ്റർ വീതിയാണ് വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന ഭാഗത്തുള്ളത്. ഇരുവശത്തും കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതയുമുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 60 കോടിയോളം രൂപയാണ് ചെലവായത്. പുതിയ പാലം വരുന്നതോടെ മിനി ബൈപ്പാസിൽ ഗോവിന്ദാപുരം ഭാഗത്തു നിന്ന് തളി, കല്ലായി റോഡ്, റെയിൽവേ സ്റ്റേഷൻ, വലിയങ്ങാടി, സൗത്ത് ബീച്ച് ഭാഗത്തേക്ക് നേരിട്ടെത്തിച്ചേരാം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.